കരഞ്ഞു പോവും. നിങ്ങളെല്ലാവരും കരഞ്ഞു പോവും. അതായത് പിണറായി വിജയന്റെ വിടവാങ്ങൽ പ്രസംഗം. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫോട്ടോയുണ്ട്. അതിനുശേഷം എന്താണ് വിടവാങ്ങൽ പ്രസംഗത്തിൽ പിണറായി വിജയൻ പറഞ്ഞത് അത് ഞാൻ പറഞ്ഞുതരാം പൊന്നുമനുഷ്യന്മാരെ. അതിനുശേഷം വി ഡി സതീശന്റെ നാട്ടുകാരോട് നമ്മൾ ചോദിച്ചു, വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവുന്നതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് കേട്ടാൽ നിങ്ങളും ഞെട്ടും. ആ ഒരു വീഡിയോ ഞാൻ വീഡിയോയുടെ അവസാന ഭാഗം വെച്ചു തരാം. ഓക്കെ, നമുക്ക് ആദ്യം എന്താണ് വിടവാങ്ങൽ പ്രസംഗത്തിൽ പിണറായി വിജയൻ പറഞ്ഞത്. ഒരൊറ്റ കാര്യം പറയുകയാണ് പൊന്നു മനുഷ്യന്മാരെ, പിണറായി വിജയൻ തലസ്ഥാനം വിട്ടു. നിങ്ങൾ ഈ ഒരു ഫോട്ടോ കാണണം. നന്ദി പറഞ്ഞ് മടക്കം. ഓട്ടങ്ങളിന് മുമ്പ് തന്നെ പിണറായി വിജയൻ തലസ്ഥാനം വിട്ടു. അതായത് പിണറായി വിജയൻ ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതായത് നിങ്ങൾ നോക്കണം, എക്സിറ്റ് പോൾ ഒന്നും നിങ്ങൾ നോക്കേണ്ട പൊന്നു മനുഷ്യന്മാർ. എക്സിറ്റ് പോളിൽ പറയുന്നത് CPM-ന് 60 സീറ്റ് കിട്ടും, അല്ലെങ്കിൽ 65 സീറ്റ് കിട്ടും എന്നല്ലേ. എഴുതി വെച്ചോളൂ. നാളല്ലേ മറ്റന്നാളല്ലേ മറ്റേ പരിപാടി നടക്കുന്നത്, വോട്ടെണ്ണുന്നത്. 29, 30, 32 സീറ്റ് മാത്രമാണ് ഇവിടെ LDF-ന് കിട്ടാൻ പോകുന്നത്. CPM-ന്റെ ചരിത്രത്തിൽ തന്നെ CPM ഇതുവരെ സ്വപ്നം കാണാത്ത രീതിയിലുള്ള തോൽവിയാണ്. ഒരാൾ പോലും ഇത്തരത്തിൽ ഭയാനകമായിട്ട് CPM തോക്കുമെന്ന് വി ഡി സതീശൻ പോലും ചിന്തിച്ചിട്ടുണ്ടാവൂല. അത്രയും വലിയൊരു മഹത്തായ ഭയാനകരമായ ഒരു തോൽവിയാണ് CPM മെയ് 4-ാം തീയതിക്ക് ഏറ്റുവാങ്ങുന്നത്. പൊന്നു മനുഷ്യന്മാരെ, നിങ്ങൾ ഈ ഒരു ഫോട്ടോ കാണണം. മരണ വീട്ടിലേക്കാണോ വന്നത്? അതായത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഏറ്റവും അവസാനത്തെ ചർച്ചയാണ്. ഈ ചർച്ചയിൽ പറഞ്ഞത് 10 ലക്ഷം രൂപ, അതായത് വാൽപ്പാറ അപകടത്തിൽ മരണപ്പെട്ടവർക്ക് 10 ലക്ഷം വെച്ച് കൊടുക്കുന്നു എന്നാണ്. അത് നല്ല കാര്യമാണ്. എന്നാലും പിണറായി വിജയനോട് ഒരു കാര്യം പറയുകയാണ്, എലക്ഷൻ സമയത്ത് ആയിരക്കണക്കിന് കോടി രൂപയാണ് നിങ്ങൾ ചെലവഴിക്കുന്നത്. പാവം വാൽപ്പാറയിലെ അപകടത്തിൽ മരിച്ച കുടുംബത്തിന് 10 ലക്ഷം കുറഞ്ഞു. മിനിമം 1 കോടിയോ അല്ലെങ്കിൽ 50 ലക്ഷം മിനിമം കൊടുക്കണമായിരുന്നു. 9 പേരാണ് മരിച്ചത്. അതിൽ 5 പേർക്ക് മാത്രമാണ് പിണറായി വിജയൻ 10 ലക്ഷം കൊടുക്കുന്നത്. അതും കാഞ്ഞ ബുദ്ധിയാണ്. പിണറായി വിജയനല്ല കൊടുക്കുന്നത്. മറ്റന്നാള് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് സർക്കാരാണ് കൊടുക്കാൻ പോകുന്നത്. പിണറായി വിജയൻ അത് പ്രഖ്യാപിച്ചു എന്ന് മാത്രം. നിങ്ങൾ നോക്കൂ പിണറായി വിജയന്റെ മുഖം. സത്യം പറഞ്ഞാൽ ഇതിലുള്ള ഈ മന്ത്രിമാർ എല്ലാവരും, വീണ ജോർജ് അടങ്ങുന്ന, വി ശിവൻകുട്ടി അടങ്ങുന്ന എല്ലാ മഹാന്മാരും തോറ്റു പണ്ടാരടങ്ങുമെന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത്. പൊന്നു CPM-കാരാ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ തന്തക്കും തള്ളക്കും നിങ്ങൾ വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. നാളെ അടുത്ത 5 വർഷം കഴിഞ്ഞിട്ട് ദൈവത്തിൽ എനിക്ക് ആയുസ്സുണ്ടെങ്കിൽ, ദൈവം വിധിച്ചിട്ട് എനിക്ക് ആയുസ്സുണ്ടെങ്കിൽ കോൺഗ്രസ് ആണ് തോൽക്കാൻ പോകുന്നതെങ്കിൽ അടുത്ത 5 വർഷം കഴിഞ്ഞിട്ട് പരിപാടിയാണ് ഞാൻ വിളിച്ച് പറയുക തന്നെ ചെയ്യും. എൻ്റെ പണിയാണിത്. അപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാ മന്ത്രിമാരിൽ നിന്ന് 3 മന്ത്രിമാർ ഒഴിച്ച് ബാക്കി എല്ലാ മന്ത്രിമാരും തോറ്റു പണ്ടാരടങ്ങുമെന്നാണ് ധർമ്മടത്ത് നിന്ന് കിട്ടുന്ന വാർത്ത. അതായത് കഴിഞ്ഞ തവണ പിണറായി വിജയൻ 50,000 ഭൂരിപക്ഷത്തിലാണ് ധർമ്മടത്ത് ജയിച്ചത്. എന്നാൽ ഇത്തവണ അവിടെ ജയിക്കും, അത് വേറെ സംഗതിയാണ്. പക്ഷേ ഭൂരിപക്ഷം 10,000-ൽ നിന്ന് കുറയുമെന്നാണ് റിപ്പോർട്ട് വരുന്നത്. ഒരുപക്ഷെ പിണറായി വിജയൻ തോറ്റാൽ പോലും അത്ഭുതപ്പെടേണ്ടെന്നാണ് ചിലർ പറയുന്നത്. അതെന്തായാലും പിണറായി വിജയൻ ധർമ്മടത്ത് തോക്കൂല, അത് വേറെ സംഗതിയാണ്. പക്ഷേ അവിടെ ഈ പറയുന്ന ഭൂരിപക്ഷം ഉറപ്പായിട്ടും 100-ൽ 101% കുറയും. അതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ നമുക്ക് പിണറായി വിജയന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പിണറായി വിജയൻ പറഞ്ഞത്, നമ്മൾ 10 വർഷം ഭരിച്ചു. എല്ലാവരും കരയണേ, പിണറായി വിജയന്റെ പ്രസംഗമാണ്. നമ്മൾ 10 വർഷം ഭരിച്ചു. ആർക്കും പറ്റാത്ത 10 വർഷമാണ് നമ്മൾ ഭരിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ അധികാരം ഞങ്ങളിൽ നിന്ന് പോകുന്നു. നിങ്ങളെല്ലാവരും എന്നോട് പൊറുക്കണമെന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ തലസ്ഥാനം വിടുകയാണ്. എൻ്റെ പൊന്ന് പിണറായി വിജയ, ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് 80 വയസ്സായി. ഇപ്പോൾ എനിക്കും വയസ്സാവാനുള്ളതാണ്. ഇപ്പോൾ 24 വയസ്സായി എനിക്ക് പേഴ്സണലി. കൊല്ലം പോയാൽ എനിക്കും വയസ്സാവും, അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു അപകടത്തിൽ പക്ഷെ ഞാനും മരണപ്പെടും. അപ്പോൾ പിണറായി വിജയനോട് എനിക്ക് പറയാനുള്ളത്, 80 വയസ്സായിട്ടും നിങ്ങളുടെ പിൻഗാമി ആര്? ഒരു ഉത്തരമുണ്ടോ? കോൺഗ്രസിൽ നോക്കൂ നിങ്ങൾ. വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ സുധാകരൻ, രാഹുൽ മാങ്കുടത്തിൽ, ഷാഫി പറമ്പിൽ, പിന്നീടും ഇഷ്ടംപോലെ യുവ നേതാക്കളും യുവതികളായ നേതാക്കളും. വൈഷ്ണ നിങ്ങൾക്കറിയാൻ പറ്റുമോ? കോൺഗ്രസിന്റെ ചുണക്കുട്ടിയായിട്ടുള്ള ഏറ്റവും ചെറിയ പെൺകുട്ടിയാണ്, നേതാവാണ്. അപ്പോൾ കോൺഗ്രസിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇവരിൽ ആരുണ്ട്? എം വി ഗോവിന്ദനും വയസ്സായി, വി ശിവൻകുട്ടിക്ക് വയസ്സായി. പിൻഗാമി ആരുമില്ല, ചെറുപ്പക്കാർ ആരുമില്ല. ജോൺ ബ്രിട്ടാസ് CPM-ന്റെ ഇത്തിരിയെങ്കിലും നല്ല ഒരു നേതാവാണ്. അദ്ദേഹത്തിന് സ്ഥാനമില്ല.
നിങ്ങൾ കണ്ടിനോ അദ്ദേഹം ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുന്നതില്ല. നേരെ മറിച്ചിട്ട് കോൺഗ്രസിന്റെ അവസ്ഥ നോക്കി എത്ര എത്ര ഒന്നിനൊന്നിനും മെച്ചമല്ലേ. അപ്പോൾ നമുക്ക് ബാക്കി വിഷയത്തിലേക്ക് കടക്കാം. പിണറായി വിജയൻ കരഞ്ഞുകൊണ്ട് പടിയിറങ്ങുകയാണ്. അതിനു മുമ്പ് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു യുവതി രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് യുവതി പറയുന്നത് പിണറായി വിജയൻ മൂന്നാമത് അധികാരത്തിൽ വരുമെന്നാണ്. കമന്റ് ബോക്സിൽ യുവതിക്ക് നേരെ കല്ലേറാണ്. നമുക്ക് എന്തായാലും എന്താണ് യുവതി പറയുന്നത് അത് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് യുവതിക്കുള്ള മറുപടി കൊടുക്കാം. ഓക്കെ. പിണറായി വിജയൻ മെയ് 4-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ AKG സെന്ററിന്റെ അകത്ത് നിന്ന് മാധ്യമങ്ങളെ കാണാനായിട്ട് ഒരു വരവുണ്ട്. ആ വരവിന് വേണ്ടിയാണ് ഓരോ ഇടതുപക്ഷക്കാരനും വെയിറ്റ് ചെയ്യുന്നത്. ആ വരവ് ഒരു 1.5 വരവായിരിക്കും മക്കളെ. എക്സിറ്റ് പോൾ സർവേകളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇടതുപക്ഷം കേരളം മൂന്നാമതും ഭരിക്കും. മെയ് 4 അതൊരു ചുവന്ന പുലരിയായി മാറും. അന്ന് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ചുവന്ന കൊടുങ്കാറ്റ് വീശും. കളിയാക്കിയവരും കുറ്റം പറഞ്ഞവരും ആ കൊടുങ്കാറ്റിൽ പാറിപ്പോകും. നിങ്ങൾ സന്തോഷിച്ചോളൂ, സ്വപ്നം കണ്ടോളൂ. പക്ഷെ അതിനൊക്കെ മെയ് 4 വരെ മാത്രമേ ആയുസുള്ളൂ. കേരളം ഇനിയും വീശും. കളിയാക്കിയവരും കുറ്റം പറഞ്ഞവരും ആ കൊടുങ്കാറ്റിൽ പാറിപ്പോകും. നിങ്ങൾ സന്തോഷിച്ചോളൂ, സ്വപ്നം കണ്ടോളൂ. പക്ഷെ അതിനൊക്കെ മെയ് 4 വരെ മാത്രമേ ആയുസുള്ളൂ. കേരളം ഇനിയും ചുവക്കും. നല്ല ചെഞ്ചോര നിറമുള്ള ചുവന്ന ചെങ്കൊടി മെയ് 4-ന് കേരളത്തിൽ പാറിപ്പറക്കും. എന്താണ് നീ പറയുന്നത്? എന്റെ പൊന്നു മനുഷ്യന്മാരെ, ഇവളുടെ പ്രൊഫൈൽ ഞാൻ നോക്കി. ഇവൾ കേരളത്തിലല്ല, ഇവളുള്ളത് ഏതോ ഒരു GCC കൺട്രിയിലാണ്. ദുബായിലോ സൗദി അറേബ്യയിലോ ഉള്ള ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് ഇവിടെ നടക്കുന്നത് എന്തെന്ന് അറിയത്തില്ല. അവൾ വലിയൊരു സഖാക്കളാണ്. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ വലിയ എന്തോ ഒരു സാധനം. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ബോധം കെട്ട് വീഴുന്ന ഒരു പെണ്ണാണ്. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സംഭവം എന്ന് സ്വയം വിചാരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഇവൾ ഇൻസ്റ്റഗ്രാമിലൊരു ഇൻഫ്ലുവൻസർ ആണ്. ഇടുന്ന വീഡിയോസ് ഒക്കെ പിണറായി വിജയൻ വലിയൊരു സംഭവമെന്ന് സ്വയം അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ഇവള്. ഇവളോടൊരു കാര്യം പറയുകയാണ്, പൊന്നു യുവതി, പിണറായി വിജയൻ മൂന്നാമത് അധികാരത്തിൽ വരത്തില്ല. ഞാൻ മൊട്ടയടിക്കും, വന്നാൽ അത് വേറെ സംഗതിയാണ്. എന്നാലും ഈ യുവതിയോട് ഒരു കാര്യം പറയുകയാണ്, അല്ലയോ യുവതി, വയനാട്ടിലെ പാവങ്ങൾക്ക് ഞങ്ങൾ പിരിച്ചു കൊടുത്ത പൈസ എന്തായി? മുക്കിയിട്ടില്ലേ പിണറായി വിജയൻ? പ്രളയം വന്നപ്പോ പൈസ മുക്കിയിട്ടില്ലേ? എന്തിനു വേണം പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ എന്തൊക്കെ പ്രഖ്യാപിക്കുക? അതായത് എന്തൊക്കെയോ പ്രഖ്യാപിച്ച് പിണറായി വിജയൻ ഞാൻ അത് ചെയ്യും, മറ്റേ ചെയ്യും, മറിച്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് പിണറായി വിജയൻ നടപ്പിലാക്കിയോ? വയനാട്ടിലെ പാവങ്ങൾ മരിച്ചുപോയ മണ്ണിനടിയിലായി ബാക്കിയായ 1-2 പേർക്ക് ഞങ്ങൾ 300ഓളം വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ പിണറായി വിജയൻ വീട് വെച്ച് കൊടുത്തോ? മുസ്ലിം ലീഗ് 50 വീട് വെച്ച് കൊടുത്തിട്ടില്ലേ? ബാക്കി 50ന്റെ പണി കഴിയുന്നുണ്ട്. അപ്പോൾ പിണറായി വിജയൻ കാണിക്കുന്ന തെമ്മാടിത്തരവും പിണറായി വിജയൻ കാണിക്കുന്ന വൃത്തികെട്ട ഭരണവും പിണറായി വിജയന്റെ ദുർബലമായ ഭരണം നീ എന്തുകൊണ്ട് കാണുന്നില്ല? ഇതൊന്നും നിനക്കറിയത്തില്ല. ബോധം വേണം. പരിസര ബോധമുള്ള ഒരു ആള് പോലും, എൻ്റെ ചില സഖാക്കളായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്, അവർ പോലും പറയുന്നത്, ബ്രോ, ഇപ്രാവശ്യം പിണറായി വിജയൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ CPM എന്ന പാർട്ടി ബംഗാളിൽ എന്നേക്കുമായിട്ട് ഇല്ലാതായതുപോലെ കേരളത്തിലും ഇല്ലാതാവും. അത് സത്യം തന്നെയാണ്. കാരണം നല്ലവരായ സഖാക്കൾക്ക് ഇപ്പോൾ ഈ പറയുന്ന CPM പാർട്ടി വേണ്ട. കാരണം അത്രയും വൃത്തികെട്ട ഭരണമാണ് പിണറായി വിജയന്റെ ഭരണം. ഒന്നും കൂടി പിണറായി വിജയൻ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? ആരും അടുത്ത വർഷം പിണറായി വിജയനും 5 സീറ്റ് പോലും കിട്ടത്തില്ല. ഓക്കെ, നമുക്ക് VD സതീശന്റെ നാട്ടുകാരോട് ചോദിക്കാം, VD സതീശൻ മുഖ്യമന്ത്രിയായി വരണോ എന്ന്. അതിനു മുമ്പ് K സുധാകരൻ പൊട്ടിത്തെറിച്ചിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പിണറായി വിജയനെതിരെ K സുധാകരൻ വന്നിട്ടുണ്ട്. നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ. എന്റെ നാട്ടുകാരനാണ്, ഞാൻ ലജ്ജിക്കുന്നു. ആ നാട്ടിൽ, ആ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ജീവിക്കേണ്ടി വന്നതിന് ഞാൻ ലജ്ജിക്കുന്നു എന്ന് പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. പിണറായി വിജയനെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. എന്ത് നേട്ടമുണ്ടാക്കി? അധ്വാനിക്കുന്നവന്, തൊഴിലാളി വർഗത്തിന്, വിയർപ്പെടുക്കുന്നവന്, വിശക്കുന്നവന് എന്തുണ്ടാക്കി കൊടുത്തു ഈ സർക്കാർ? ഓക്കെ, ഒരു കാര്യം പറയാം മിസ്റ്റർ പിണറായി വിജയൻ. 10 വർഷം ഒരാൾക്ക് നിങ്ങൾക്ക് ഭരിക്കാൻ കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ് മിസ്റ്റർ പിണറായി വിജയൻ. നിങ്ങൾ വിചാരിച്ചാൽ കേരളത്തിനെ എങ്ങനെ വികസിപ്പിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് മിസ്റ്റർ പിണറായി വിജയൻ വിചാരിക്കാത്തത്? വളരെ വളരെ മോശം മിസ്റ്റർ പിണറായി വിജയൻ. അതായത് നിങ്ങൾ നോക്കൂ, എനിക്ക് കേരളം ഭരിക്കാൻ 10 വർഷം കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഖജനാവാണ്. എനിക്ക് എന്തും ചെയ്യാം. കേരളത്തിനെ വികസിപ്പിച്ച് ചെറിയൊരു കുഞ്ഞ് അമേരിക്ക വേണമെങ്കിലും എനിക്കാക്കാം. അത്രയും പവറുണ്ട്. 10 വർഷം ചില്ലറ കാര്യമാണോ? ആർക്ക് കിട്ടിയിട്ടുണ്ട് കേരളത്തിൽ? ഇതുവരെ ഒരു മുഖ്യമന്ത്രിക്ക് പോലും കിട്ടിയിട്ടില്ല ഇങ്ങനൊരു ഭാഗ്യം. പിണറായി വിജയൻ എന്താണ് ചെയ്തത് 10 വർഷം കൊണ്ട്? കേരളം കടത്തിൽ മുങ്ങുകയാണ് പൊന്നു മനുഷ്യന്മാരെ.
അതായത് കേരള ഖജനാവിൽ ഒറ്റ രൂപ പോലുമില്ല. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ബാക്കി വിഷയത്തിലേക്ക് കടക്കാം. സത്യം പറഞ്ഞാൽ കോൺഗ്രസ് പോലൊരു ഹണി ട്രാപ്പിലാണ്. കോൺഗ്രസ് ജയിക്കും, അത് ഉറപ്പാണ്. പക്ഷേ കേരളത്തെ ഒരു കേരളമാക്കാൻ നല്ല പണിയുണ്ട്, ഉറപ്പായിട്ട് ഞാൻ പറയാം. അതായത് ഖജനാവിൽ ഒറ്റ രൂപ പോലുമില്ല. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കണം. ഇഷ്ടംപോലെ കടങ്ങളാണ് പിണറായി വിജയൻ ചെയ്തു കൂട്ടിയത്. ആ കടങ്ങളൊക്കെ വീട്ടാൻ മിനിമം ഒരു 6 വർഷമെങ്കിലും വേണം. എങ്ങനെയാണ് മിസ്റ്റർ പിണറായി വിജയൻ ഇങ്ങനെ കടമായത്? തൊട്ടതിനും പിടിച്ചതും നിങ്ങൾ GST, മറ്റേ GST അല്ല, എന്തൊക്കെയോ നികുതി എന്നൊക്കെ നിങ്ങൾ മേടിക്കുന്നില്ല. ഒരു വീട് വെക്കണമെങ്കിൽ പിണറായി വിജയൻ പൈസ കൊടുക്കണം. ഒരു വണ്ടി മേടിക്കണമെങ്കിൽ പിണറായി വിജയൻ പൈസ കൊടുക്കണം. എന്നിട്ട് പോലും പിന്നെ എന്തിനാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ഇത്രയും കടമാക്കിയത്? ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. ഓക്കെ, നമുക്ക് എന്തായാലും VD സതീശന്റെ നാട്ടുകാരോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. VD സതീശൻ മുഖ്യമന്ത്രി ആയാൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാനുള്ള ആംബിയറുണ്ടോ? ഈ ചോദ്യം നമ്മൾ ചോദിക്കുന്നത് VD സതീശന്റെ സ്വന്തം മണ്ഡലമായിട്ടുള്ള പറവൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരോടാണ്. ഇല്ല, സാധ്യതയില്ല. VD സതീശന് മുഖ്യമന്ത്രിയാവാനുള്ള ആംബിയർ ഉണ്ടോ? അല്ല, യോഗ്യതയില്ലാത്ത ആളാണ്. എന്തുകൊണ്ടാണ് ചേട്ടൻ അങ്ങനെ പറയുന്നത്? വിവരമില്ല, അത് തന്നെ. ഈ പറവൂർ മണ്ഡലത്തിലെ വോട്ടർ എന്നുള്ള നിലയിൽ ഈ ചേട്ടൻ ഇത്രയും പറയണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. ഇവിടെ ഒരു വികസനം 25 വർഷമായിട്ട് പുള്ളി നടത്തിയിട്ടില്ല. ഇവിടെ VD സതീശന് 25 കൊല്ലമല്ലേ പറവൂര് ഭരിക്കുന്നു. എന്തെങ്കിലും മാറ്റമുണ്ടോ പറവൂര്? ഒരു മാറ്റമില്ല. ഒരു മാറ്റം ഇവിടെ പറവൂര് പഴയ പറവൂര് തന്നെ ഇപ്പോഴും. അതായത് വൈപ്പിങ്കര ചെന്ന് നോക്ക്. വൈപ്പിങ്കര 5 കൊല്ലം കൊണ്ട് പല വികസനം, റോഡ്, കാൽനട യാത്രക്കാർക്ക് പോകാനുള്ള സൗകര്യം എല്ലാവരും വൈപ്പിങ്കരായി. ഇവിടെ ഒരു സൗകര്യമില്ല. ആ 25 കൊല്ലത്തെ പറവൂര് ഇപ്പോഴും അത് തന്നെ. ഈ പറവൂർ മണ്ഡലത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരാള് കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അയാൾ വായിലാക്കൊണ്ട് പറയാനും പറ്റുള്ളൂ, അല്ലാതെ മുഖ്യമന്ത്രി ആയിട്ട് ഇരിക്കാനുള്ള യോഗ്യത ഒന്നും അയാൾക്കില്ല. ഈ പറവൂരുകാർക്ക് സതീശനെ നേരത്തെ അറിയാമോ? പുള്ളിക്കാരൻ എങ്ങനെയാണെന്ന് തോന്നുന്നത്? ഒരു ക്യാരക്ടർ എങ്ങനെയാണ് പുള്ളിയുടെ? അങ്ങേരെ സൗന്ദര്യം കൊണ്ട് ഇവിടെ പെണ്ണുങ്ങൾ വോട്ട് ചെയ്ത് ജയിച്ചാണ്, അല്ല വേറൊന്നുമല്ല. VD സതീശന് മുഖ്യമന്ത്രിയാവാനുള്ള ഒരു ആംബിയർ ഉണ്ടോ? അത് പുള്ളിയാവേണമെങ്കിൽ എന്താ കുഴപ്പം? പുള്ളിയാവേണമെങ്കിലും കുഴപ്പമില്ല. LDFന്റെ ആരായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ലൊരു ഭരണം, നല്ലൊരു ഭരണം വേണം. പിന്നെ ഇവിടെ ഒരു ചേട്ടൻ പറഞ്ഞേ, അതൊരു ആരോപണമായിട്ട് പറഞ്ഞതാ. അതായത് VD സതീശനെ അദ്ദേഹത്തിന്റെ സൗന്ദര്യം കണ്ടിട്ടാണ് സ്ത്രീകൾ വോട്ട് ചെയ്യണേന്ന്. അത് ശരിയാണോ? അങ്ങനെയൊന്നുമല്ല. ഒരു വ്യക്തി നോക്കിയല്ലേ നമ്മളെ വോട്ട് ചെയ്യണത്. സൗന്ദര്യം ഒന്നുമല്ലല്ലോ മാനദണ്ഡം. ഒരു വ്യക്തി നോക്കിയല്ല അവർ വോട്ട് ചെയ്യും. നല്ലൊരു വ്യക്തിയാണെങ്കിൽ അയാൾ വോട്ട് ചെയ്യും. ചേട്ടന്റെ ഒരു അഭിപ്രായം എന്താണ്? ആവൂല. എന്താ കാരണം? കാരണം അവിടെ തൊഴുത്തിക്കുത്ത് കൂടുതലാണ് കോൺഗ്രസിൽ. അതില് രാജഗോപാലുണ്ട്, അല്ല ഇയാളുണ്ട്, വേണുഗോപാലുണ്ട്, ചെന്നിത്തലയുണ്ട്, പിന്നെ ഇവനുണ്ട്, മറ്റേ മുരളീധരനുണ്ട്, സുധാകരനുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ ഈ പുള്ളിക്കാരനെ അല്ലെങ്കിൽ തന്നെ ഒരു ഐശ്വര്യമില്ലാത്ത ഒരാളാണ് പുള്ളി. എന്ന് വെച്ചാൽ സതീശൻ എന്ന് വെച്ചാൽ 3 പ്രാവശ്യം ഇവിടെ നിന്ന് ജയിച്ചെങ്കിലും പുള്ളിക്കൊരു സ്ഥാനമാനം കിട്ടിയില്ല ഇത്ര നാളായിട്ട്. ഇപ്പൊ പ്രതിപക്ഷ നേതാവായുള്ളൂ. അതുകൊണ്ട് VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യതയുണ്ടോ? അതിനുള്ള ഒരു ആംബിയർ പുള്ളിക്കുണ്ടോ? സാധ്യത ഒരു 100% ആൾക്ക് തന്നെയാണ് ചാൻസ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഭരണം കിട്ടിയില്ല കോൺഗ്രസിന്. അപ്പൊ ഇത്തവണ VD സതീശൻ തന്നെ ഉള്ള ആളുടെ ഇതിലാണ് ഇപ്പൊ ഈ എല്ലാവരും ഇപ്പൊ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നല്ല വിജയം, പാർട്ടി പോലും വിചാരിക്കാത്ത വിജയമാണ് കൈക്കൊണ്ടത്. അത് ആളുടെ ക്രെഡിറ്റും കൂടി ഉണ്ട്. അപ്പൊ 100% ആൾക്കാണ് ചാൻസ് VD സതീശൻ. ബഡിയോട് ചോദിച്ചാലോ? ഇല്ലല്ല, പാവടാ ഇവരൊക്കെ. തെരുവ് നായ്ക്കൾ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ ഓടിക്കുക, കക്ഷി കുഴപ്പമൊന്നുമില്ല. ടാറ്റാ. ഓക്കെ, ഇങ്ങനെയാണ് മറ്റേ VD സതീശന്റെ നാട്ടുകാർ പറയുന്നത്. ഓക്കെ, അപ്പോൾ തൽക്കാലം എന്തായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ വിടുമ്പോൾ നമുക്ക് ബൈ.